ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കലത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇവിടെ കുക്കറിലാണ് കേട്ടോ കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഞാൻ കുക്കറിൽ കലത്തപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കിന്നൊരു കലത്തപ്പം ഉണ്ടാക്കിയാലോ? കണ്ണൂർക്കാര് ഒരു സ്പെഷ്യൽ ചായയുടെ കടിയാണ് കേട്ടാ കലത്തപ്പം. അപ്പോ ആരെങ്കിലും വിരുന്ന് വരുന്നുണ്ടെങ്കിലോ എല്ലാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരൈറ്റമാണ് ഈ കലത്തപ്പം. കുക്കറിലാണ് ഇത് പൊതുവെ ഉണ്ടാക്കാറ് കേട്ടാ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാല് പച്ചരി ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ഞാൻ അങ്ങനെ കുതിർത്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്ത പച്ചരിയാണ് കേട്ടാ ഇത്. ഈ പച്ചരി നമ്മൾ മിക്സിന്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. അതിനു മുന്നേ നമുക്ക് വേറെ ആവശ്യമായിട്ടുള്ള സാധനം ശർക്കരയാണ്. വെല്ലം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ 2 അച്ച് ശർക്കര നമുക്ക് ഉരുകാൻ വെക്കാം ആദ്യം. അതിനുശേഷം ബാക്കി നോക്കാം. ഇതാ ഞാൻ വെല്ലം ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെല്ലം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുക്കിയെടുക്കാം. കാരണം വെള്ളത്തിന്റെ അകത്ത് ഈ മണ്ണും അതെല്ലാം ഉണ്ടാവുമല്ലോ, കല്ലും ചെറിയ എന്തെങ്കിലും പൊടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ചൂടുള്ള വെല്ലാണ് ഇത് നമ്മൾ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ടുമാണ് ഇത് വെല്ലം ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് അടുപ്പത്ത് വെച്ച് ഉരുക്കാൻ വെക്കാം. ഞാൻ അടുപ്പത്ത് വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് അരി അരച്ചെടുക്കാം. പിന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാല് പച്ചരി വേണം. നമ്മൾ ഏതരിയാണോ ചോറിനെടുക്കുന്നത് ആ ചോറ് വേണം. ഒരു പിടി കേട്ടാ. ഈ ഒരു ഗ്ലാസ് അരിക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചോറ് വേണം. പിന്നെ വറവിനായിട്ട് അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, പിന്നെ ഉള്ളിയുണ്ട്. ഇത് അരി അരക്കുമ്പോൾ നമ്മൾ കുറച്ച് ഏലക്കായ, കുറച്ച് ജീരകവും കൂട്ടിയിട്ടാണ് ചോറും അരിയും ജീരകവും ഏലക്കായും കൂട്ടിയിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുക. ആദ്യം നമുക്ക് അരി മിക്സിന്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മളൊരു മിക്സിന്റെ ജാർ ഇങ്ങോട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. കഴുകി വെള്ളം വാർന്ന് വെച്ച അരിയാണ്, പച്ചരി കേട്ടോ, വൈറ്റ് റൈസ് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. അതിലേക്ക് പിന്നെ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുക. ഏത് അരിന്റെ ചോറാണ് നമ്മൾ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ പൊന്നി അരിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ പൊന്നി അരിന്റെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊരു പിടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നല്ല ജീരകമില്ലേ, അധികമാകണ്ട, ഒരു നുള്ള് നല്ല ജീരകം ഇട്ട് കൊടുക്കുക ഈ അരക്കുന്ന കൂട്ടത്തിൽ തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ഏലക്കായന്റെ കുരുവും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല മഷി പോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1/2 ഗ്ലാസ് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരുമിച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് അരച്ചാല് അത് നന്നായിട്ട് അരഞ്ഞു കിട്ടൂല. അപ്പൊ ഇത് അരച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇത് ഞാനിവിടെ അരി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒട്ടും തരിയൊന്നും പാടില്ല കേട്ടോ. അതാ അല്ല, നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ച മാവിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബേക്കിംഗ് സോഡ, അപ്പക്കാരം, നമ്മൾ അപ്പക്കാരം എന്ന് പറയില്ലേ, അത് ഒരു നുള്ള്, അധികം വേണ്ട കേട്ടോ, ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് ഉരുകാൻ വെച്ച ശർക്കര ഉണ്ടല്ലോ, അത് ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പും അപ്പക്കാരവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ കേട്ടോ, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉരുകാൻ വെച്ച വെല്ലം ചൂടോട് കൂടിയിട്ട് കേട്ടോ, ചൂടോട് കൂടിയിട്ട് ഈ മാവിലേക്ക്
ഒഴിച്ചു കൊടുക്കുക. ഉരുകാൻ വെച്ച വെള്ളം ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇളം ചൂടോട് കൂടിയിട്ട് ഈ മാവിലേക്ക് ഒഴിക്കുക. ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിവിടെ ശർക്കര മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മാവിന് ഇളം ചൂടുണ്ടാവും അല്ലെ, അപ്പൊ ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആദ്യം ഒരു ഉള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. അപ്പൊ ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. അതെല്ലാം അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഈ വറവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി മുഴുവൻ വേണ്ട കേട്ടോ, ഒരു ഉള്ളിന്റെ പകുതി മതി. എനിക്ക് കുഞ്ഞുള്ളിന്റെ ടേസ്റ്റ് ഇതിന് അത്ര ഇഷ്ടമല്ല. പൊതുവേ എല്ലാവരും കുഞ്ഞുള്ളിയിലാണ് ആക്കുക. ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉള്ളി നോർമലായിട്ടുള്ള വലിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളിയിലാക്കിയാൽ ചിലയാൾക്ക് കുഞ്ഞുള്ളിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്കെന്തോ ആ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലാക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതിലാക്കിക്കോ. അപ്പൊ സവാള ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. നെയ്യ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പൊതുവേ വെളിച്ചെണ്ണയിലാണ് ആക്കല്. അപ്പൊ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്കിത് വറുത്തെടുക്കാം. നമുക്കിത് ഡയറക്റ്റ് നമ്മൾ ആക്കുന്ന കുക്കറിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് സ്റ്റീലിന്റെ കുക്കറാണ് ഉള്ളത്. അപ്പോൾ അലുമിനിയം കുക്കറിലാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സ്റ്റീലിന്റെ കുക്കറിലാകുമ്പോൾ നമുക്ക് അടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ വേറെ അലുമിനിയം കുക്കർ ഇവിടെ ഇല്ല, നാട്ടിലേ ഉള്ളൂ. അപ്പോൾ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീലിന്റെ കുക്കറിൽ തന്നെ നിങ്ങൾക്ക് ആക്കി കാണിക്കുന്നത്. പക്ഷെ അപ്പലം നന്നായിട്ട് വരും കേട്ടോ. നോക്കാം നമുക്ക് അടി കരിയാണ്ട് എടുക്കാൻ പറ്റുമെന്ന്. തീ ഒന്ന് സിമ്മിലിട്ട് കൊടുത്താൽ മതി. ഇത് ഉള്ളിയെല്ലാം വറക്കുമ്പോഴാണ് പെട്ടെന്ന് അടി കരിഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്യും. ഉള്ളി വേറെ തന്നെ വറുത്തിട്ടാക്കുമ്പോൾ അങ്ങനെ കരിയുന്ന പോലെ ഫീൽ ചെയ്യില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ അലുമിനിയം കുക്കറിൽ തന്നെ ഈ കലതപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ ഏതെങ്കിലും ഒരു നല്ല പാത്രം ഉണ്ടെങ്കിൽ അതിലാക്കിയാലും മതി. പിന്നെ നമ്മളെ വീട്ടിൽ നല്ല ഇങ്ങനെ കുക്കറിൽ തന്നെ ആക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത് കേട്ടോ. അപ്പം ഉള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നു. അതിന് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂക്കണം. അണ്ടിപ്പരിപ്പ് ഉള്ളി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങയും ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുക. ഇത് ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ അകത്ത് വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബാക്കി വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ ഉള്ളിയും അണ്ടിപ്പരിപ്പെല്ലാം വറുത്ത് വെച്ച വെളിച്ചെണ്ണയില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഒഴിക്കണം കേട്ടോ. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വറുത്ത ഉള്ളിയും അതെല്ലാം വറുത്ത വെളിച്ചെണ്ണേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് വരണം. സ്റ്റീലിന്റെ കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ വേറെ തന്നെ ഉള്ളിയും ഇതെല്ലാം വേറെ തന്നെ വറുത്തെടുത്തത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ വറുത്തെടുക്കാം. ഞാൻ ഉള്ളി വറുത്ത വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവില്ലേ, അത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ സിമ്മിലിട്ട് വെക്കണേ. മുഴുവൻ മാവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതെല്ലാം ഇല്ലേ, ഉള്ളിയും എല്ലാം ഇതിന്റെ മുകളിലേക്കിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം വേവിച്ചെടുക്കണം.
നമ്മളെ കുക്കറിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും. ആ സമയം നമുക്ക് തീ ഓഫ് ആക്കുക. പിന്നെ ഒരു ഒരു 20 മിനിറ്റെങ്കിലും മിനിമം വെച്ചതിന് ശേഷം നിങ്ങൾ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് ഓഫാക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും കുക്കറിന് നന്നായിട്ട് ആവി മുകളിലോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ്, അരമണിക്കൂറായാലും കുഴപ്പമില്ല, അരമണിക്കൂറിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കുക്കറപ്പം റെഡി ആയിട്ടുണ്ടാവും. കുക്കറപ്പം അല്ലെങ്കിൽ കലത്തപ്പം. കണ്ണൂർ ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. നമ്മളെ കലത്തപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ, നന്നായിട്ട് അരക്കെ വന്നിട്ടുണ്ട്. ഞാനിത് കുക്കറിന് മാറ്റി പ്ലേറ്റിലിട്ടിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കലത്തപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല നിറയെ ആരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോയിലേക്ക് കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ ആരുണ്ട്, കണ്ടോ, നിറയെ ആരുകളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിറയെ ആരുണ്ട്. അപ്പോൾ ഇങ്ങനെ കലത്തപ്പം ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അലുമിനിയം കുക്കറിൽ ആക്കണേ. സ്റ്റീലിൻ്റെ കുക്കറിലാകുമ്പോൾ ചില സമയത്ത് കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.